ഈ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോ ഇങ്ങനെ നിൽക്കുന്നത്. അതായത് ഈ പെൻഷൻ വാങ്ങാനായിട്ട് പ്രായം ചെന്നവരെയും രോഗാവസ്ഥയിലുള്ളവരൊക്കെ ഒരു എക്സൈസ് സെക്രട്ടറിയുടെ വീട്ടിൽ വരേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ? എന്താണ് സംഭവം? അതായത് നമ്മള് ബാങ്കിൽ പോയി പെൻഷൻ കൈപ്പറ്റാൻ കഴിയാത്ത വൃദ്ധരും രോഗികളുമായിട്ടുള്ള ആൾക്കാർക്കാണ് ഹോം ഡെലിവറി ആയിട്ട് പെൻഷൻ കൊടുക്കുന്നത്. ഇത് പെൻഷൻ വിതരണക്കാരൻ ഇവരുടെ വീട്ടിലെത്തി പെൻഷൻ കൈമാറണമെന്നാണ് ചട്ടം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തില് 9-ാം വാർഡില് ഇലുമ്പിക്കോണം എന്ന് പറയുന്ന വാർഡില് പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധിയായിട്ടുള്ള വാർഡാണ്. ആ വാർഡില് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് ധർമ്മൻ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ പെൻഷൻ വിതരണക്കാരനും കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തി വർഷങ്ങളായിട്ട് CPM-ന്റെ ഒരു പാർട്ടി പ്രവർത്തക ലീലാഭായ് പിള്ള എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രവർത്തകയുടെ വീട്ടിൽ വെച്ചാണ് ഈ പെൻഷൻ വിതരണം നടക്കുന്നത്. വീട്ടിൽ വെച്ചാണ് നടക്കുന്നത്. വർഷങ്ങളായിട്ട് തുടരുന്നതാണ്. ഇത് 6-7 വർഷമായിട്ട് ഇത് തുടർന്ന് വരുന്നതാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ ആൾക്കാരിൽ നിന്നും നിർബന്ധപൂർവം പാർട്ടി ഫണ്ട് ഇവർ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുണ്ട്ര ഏരിയ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ട് കളക്ഷൻ ഈ പ്രാവശ്യം 12-ാം തീയതി കൊടുത്ത പെൻഷൻ വിതരണത്തില് ഫണ്ട് അതായത് ഈ അവിടെ വന്ന് പെൻഷൻ വാങ്ങുമ്പോൾ തന്നെ അവിടെ ആള് നിപ്പുണ്ട്. അതാണ് സംഭവം. അതായത് ഈ പ്രാവശ്യം പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഈ പറയുന്ന ലീലാഭായ് പിള്ളയുടെ വീട്ടിൽ വെച്ചാണ് പെൻഷൻ വിതരണം ചെയ്തത്. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പെൻഷൻ വിതരണം ചെയ്യുന്ന സജീവും, പേരൂർ സർവീസ് സഹകരണ ബാങ്കിലെ സജീവും ചേർന്നാണ് പെൻഷൻ വിതരണം ചെയ്തത്. പക്ഷേ ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ നെല്ലിവള ബ്രാഞ്ച് സെക്രട്ടറി, CPM-ന്റെ നെല്ലിവള ബ്രാഞ്ച് സെക്രട്ടറി CPIM-ന്റെ കുണ്ട്ര ഏരിയ സമ്മേളനത്തിന്റെ ഫണ്ട് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പെൻഷൻ വാങ്ങിച്ച ആൾക്കാരിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഇപ്പം ചർച്ചയായിട്ടുണ്ട്. ഈ രോഗികളും വൃദ്ധരുമായ ആൾക്കാരെ ഇവിടത്തേക്ക് വിളിച്ചു വരുത്തുന്നത് തന്നെ യഥാർത്ഥത്തിൽ മാനദണ്ഡങ്ങൾക്ക് എതിരാണ്. ഈ ആളുകളെ ഞങ്ങളാണ് പെൻഷൻ തരുന്നത്, ഞങ്ങളാണ് പെൻഷൻ തരുന്നത്, ഈ ആളുകളെ ഞങ്ങളാണ് പെൻഷൻ തരുന്നത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പെൻഷൻ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇത് AKG സെന്ററിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഫണ്ടല്ല ഇത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പെൻഷൻ പദ്ധതിയാണ്. ഈ പെൻഷൻ പദ്ധതി അട്ടിമറിക്കുന്ന നിലപാടാണ് ഇവിടെ CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ആളുകൾക്ക് അറിയില്ല ശരിക്കും. ഈ അവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഈ സഖാക്കളും കൂടി ചേർന്നിട്ടാണ് ഇത് തരുന്നതെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് പോലും ഞങ്ങളാണ് നിങ്ങൾക്ക് പെൻഷൻ തരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന അന്നത്തെ ദിവസം പിന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നത് എന്ന് പറയുകയുണ്ടായി. ഈ പെൻഷൻ വിതരണം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അത് തുച്ഛമായ പെൻഷൻ കിട്ടുന്നവരിൽ നിന്നാണ് അപ്പോഴും തന്നെ അവിടെ നിന്ന് പിടിച്ചു പറിക്കുന്നത്. അതെ, ഈ പ്രാവശ്യം ഒരു മാസത്തെ പെൻഷൻ തുകയാണ് 1600 രൂപയാണ് കിട്ടിയത്. അതിൽ നിന്നും പിടിച്ചു പറിക്കുന്ന അവസ്ഥയുണ്ടായി. ഏരിയ സമ്മേളനത്തിലേക്ക് എന്ന് പറഞ്ഞ് ഫണ്ട് പിടിച്ചു പറിക്കുന്ന അവസ്ഥയുണ്ടായി. പെൻഷൻ കാശ് കൈമാറുന്നു, തൊട്ടടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, പാർട്ടിയുടെ ഫണ്ടിന് വേണ്ടി പൈസ കളക്ട് ചെയ്യുന്നു. ഇതിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള വയസ്സായവർ പോലും വരുന്നുണ്ട് അല്ലേ? അതെ, അങ്ങോട്ട് വിളിച്ചു വരുത്താണ്. അതെ, വണ്ടി വിളിച്ചാണ് ആൾക്കാർ വന്ന, ഓട്ടോറിക്ഷയില് ആണ് ഈ ആൾക്കാർ വന്ന് പെൻഷൻ വാങ്ങിക്കുന്നത്. ഈ ആൾക്കാര് ഈ പെൻഷൻ ഇങ്ങനെ കൊടുക്കുന്നത് വഴി ഈ ആൾക്കാരെ വീടുകളിൽ ചെന്നിട്ട് പാർട്ടി പരിപാടിക്ക് വിളിച്ചാലും അല്ലെങ്കിൽ പാർട്ടിയുടെ ഫണ്ട് കളക്ഷൻ ചോദിച്ചാലും കൊടുക്കേണ്ട അവസ്ഥയാ. കാര്യമെന്ന് പറഞ്ഞാൽ നാളെ പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടി ഇതേ ആൾക്കാരുടെ മുമ്പിൽ അവർ വരാനുള്ളതാണ്. അതുകൊണ്ട് ഇത് നിർബന്ധിത പിരിവാണിത്. ഇത് നടപടി സഹകരണ ബാങ്ക് വഴി ആണോ ഇതിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത്? അങ്ങനെയാണ്. അതെ, നമ്മള് ബാങ്കിൽ പോയി പൈസ കൈപ്പറ്റാൻ പറ്റാത്തവർക്ക് നമ്മൾ സഹകരണ ബാങ്ക് വഴിയാണ് പെൻഷൻ വിതരണം നടക്കുന്നത്. അപ്പോൾ ആ ബാങ്കിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും കൂടി ചേർന്നിട്ടാണ്. അതെ, ഇവിടെ ഉണ്ട്. ബാങ്കിന്റെ പെൻഷൻ വിതരണക്കാരനെ സജീവും CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവും ചേർന്നാണ് ഈ നിയമലംഘനം നടത്തിയത്. മെമ്പർ ഇപ്പൊ ഇതിനെതിരെ ഒരു പരാതിയൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാന് കൊല്ലം ജില്ലാ കളക്ടർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ ഒരു പ്രതിഷേധമൊക്കെ ശക്തമായിട്ട് തന്നെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിലാണോ? അതെ, ഞങ്ങളിന്ന് ഈ സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഈ വീഡിയോ കാര്യങ്ങളൊക്കെ വന്നു. നമ്മളും പാർട്ടിയുടെ ലെവലിൽ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇത് പേരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ
ജീവനക്കാരാണ് യഥാർത്ഥത്തിൽ പെൻഷൻ നൽകേണ്ടത്. അദ്ദേഹം വിളിച്ച് LC സെക്രട്ടറി എടുത്ത് പറയുന്നു, ഇന്ന ദിവസം നമ്മൾ പെൻഷൻ നൽകാൻ വരും. എന്നാൽ LC സെക്രട്ടറിയും കുറേ ടീമുകളും ഞങ്ങളാ ഇത് നൽകുന്നതെന്നുള്ള ഒരു ഇത് വരുത്താൻ വേണ്ടി അവരും കൂടെ ചെല്ലും. അവരാണ് ഈ പാവത്തുങ്ങൾക്ക് മറ്റേ ആളിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കുന്നത്. ഇതിപ്പോ ഒരു സ്ഥിരം പല്ലവിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നെന്നാണ് ഇപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല അവിടെ തന്നെ പിരിവ് നടന്നായിട്ടുള്ള ഒരു ഇത് കൂടി പറയുന്നുണ്ടല്ലോ. അവർക്ക് ഇപ്പൊ സമ്മേളനത്തിനോടനുബന്ധിച്ച പിരിവും കൂടെ അതിനകത്തുണ്ടായിരുന്നെന്നാ ഇപ്പം നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. എല്ലാവരെയും കയ്യിൽ നിന്ന് 100-200 രൂപ വെച്ച് വാങ്ങിച്ചെണ്ണമാണ് നമ്മളിപ്പം അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുച്ഛമായ ഒരു ആണല്ലോ അവർക്ക്. അവർക്ക് ഇപ്പൊ തന്നെ 1400 രൂപയെ കിട്ടുന്നുള്ളൂ. അതിനകത്തു നിന്നാണ് 200 രൂപ പിടിച്ചു പറിക്കുന്നത്. ബാലൻസ് 1200 ഉള്ളൂ. 200 രൂപ കേന്ദ്ര സർക്കാരിന്റെ കൊടുക്കാനുണ്ട്. അത് എന്ന് കിട്ടുമെന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല. അതാണ് സ്ഥിതി. ഇതിനെതിരെ ശക്തമായിട്ട് പേരൂർ മണ്ഡലം കമ്മിറ്റിയും കൊറ്റങ്കര മണ്ഡലം കമ്മിറ്റിയും കൂടെ ബ്ലോക്ക് കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാത്ത രീതിക്കുള്ള ഇനി ഇത് ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ട നടപടികൾ എടുക്കണം എന്നുള്ള രീതിയിലാണ് ഇതിന്റെ മുന്നോട്ടുള്ള പാർട്ടി ആലോചിച്ച് അതിന്റെ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടികൾ ഇപ്പൊ ഈ വന്നിട്ടുള്ളതിൽ ഒരു കുറച്ചു പേരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമല്ലോ. കുറച്ചുപേരല്ല, ആ ഏരിയ ഒരു കോളനി ഏരിയ ആണ്. ആ ഏരിയയിലാണ് ഇവര് കൊണ്ട് അവർക്കെല്ലാം പെൻഷൻ, പല രീതിയിലുള്ള പെൻഷൻ ഉള്ളതാണ്. അവർക്കെല്ലാവർക്കും മറ്റേ അദ്ദേഹം എണ്ണി കൊടുക്കുമ്പോൾ അത് തിട്ടപ്പെടുത്തി അതിനകത്തുനിന്ന് ഞങ്ങളെ തരുന്നെന്നുള്ള രീതിയിൽ അതും ഒരു ഫോട്ടോ എടുത്ത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അതാണ് സ്ഥിതി. ഞങ്ങളാ ഇതെല്ലാം കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റം. അവർക്ക് അർഹതപ്പെട്ടത് മേടിക്കാൻ വേണ്ടി അവർ കാത്തു നിന്ന് അത് LC സെക്രട്ടറി വന്ന് മേടിച്ച് വീതം വെച്ച് കൊടുക്കുന്നു. അതിനകത്ത് വീഴ്ച കൊടുക്കുന്ന സൊസൈറ്റി ജീവനക്കാരനും വീഴ്ചയാണത്. അത് വളരെ ഏറെ വീഴ്ച സൊസൈറ്റി ജീവനക്കാരൻ്റെ ഉണ്ട്. പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനം.